ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ വമ്പൻ സ്രാവുകൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന്. ആ വമ്പൻ സ്രാവുകളെ ചോദ്യം ചെയ്യാതെ വസ്തുതകൾ പുറത്തു വരില്ല എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് ശരിയല്ലേ? ഇന്നും പറഞ്ഞല്ലോ, അന്വേഷണം ഒരു ഘട്ടത്തിനപ്പുറം പോകുന്നില്ല. അപ്പോൾ പ്രധാനപ്പെട്ട ആളുകളുടെ അടുക്കലേക്ക് ഇത് എത്തുന്നില്ല എന്നുള്ളത് സത്യമാണ്. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വത്തിൻ്റെ ചുമതല വഹിച്ചപ്പോഴാണല്ലോ ഇതൊക്കെ നടന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു മന്ത്രി അറിയാതെ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശബരിമലയിൽ ഉണ്ടായി എന്ന് ആര് വിശ്വസിക്കും? ആർക്കാണത് വിശ്വസിക്കാൻ കഴിയുന്നത്? 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ മാത്രം വിചാരിച്ചാൽ ഇത്രയും വലിയ ഒരു സ്വർണ്ണക്കൊള്ള അവിടെ നടത്താൻ കഴിയുമോ? കഴിയില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമായ ഉദ്ദേശമുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയമായ പരിരക്ഷയുണ്ട് എന്ന് കണ്ടുകൊണ്ടല്ലേ ഈ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഇത് ചെയ്തത്. ഈ 2 CPM-ൻ്റെ ഉന്നതരായ നേതാക്കളാണ് ജയിലിൽ കിടക്കുന്നത്. ഇപ്പം മൂന്നാമതൊരാൾ ഇന്നലെ വിജയകുമാർ, കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ്റെ CPM-ൻ്റെ പ്രസിഡൻ്റായിരുന്ന ആളാണ് 1-ാം പിണറായി ഗവൺമെൻറ് കാലത്ത്. അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ്. അപ്പം 3 പ്രധാനപ്പെട്ട CPM നേതാക്കന്മാർ ജയിലിൽ പോയി. മന്ത്രി ഇതൊന്നും അറിയാതെയാണ് എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? ഈ കാര്യങ്ങൾ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയെപ്പറ്റി മന്ത്രിക്ക് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കാൻ പോകുന്നത്? അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരണം. അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായ പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾ ആദ്യം പറഞ്ഞത് എന്താ? ഞങ്ങൾ ആദ്യം പറഞ്ഞ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ CBI അന്വേഷണം വേണം. പക്ഷെ കോടതി SIT-യെ നിയോഗിച്ചു. SIT അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന കണ്ടപ്പോൾ ഞങ്ങൾക്കതിൽ പരാതി ഉണ്ടായില്ല. ഇപ്പോഴും പരാതിയില്ല. പക്ഷേ ഇതിന് രാജ്യാന്തര ബന്ധങ്ങളുള്ള ഒരു സ്വർണ്ണക്കൊള്ളയാണ് എന്ന് കാണുമ്പോൾ സ്വാഭാവികമായും CBI അന്വേഷിക്കണമെന്ന് പറയില്ലേ? അതിൻ്റെ അർത്ഥം SIT-യുടെ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നുള്ളതല്ല. SIT മാത്രം വിചാരിച്ചാൽ ഇൻ്റർനാഷണൽ റെമിഫിക്കേഷൻസ് ഉള്ള ഒരു കേസ് അന്വേഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ്, അല്ലാണ്ട് P. രാജീവ് പറയുന്ന പോലെയല്ല. അത് മന്ത്രി P. രാജീവ് പറഞ്ഞത് പ്രതിപക്ഷത്തെ കളിയാക്കുകയാണ്. അദ്ദേഹം പ്രതിപക്ഷത്തെ കളിയാക്കുന്നതിന് മുമ്പ് ജയിലിൽ കിടക്കുന്ന 3 CPM നേതാക്കന്മാരെ പറ്റി വേണം പറയാൻ. അത് അദ്ദേഹം മിണ്ടുന്നില്ലല്ലോ. ഞങ്ങളിപ്പോൾ CBI അന്വേഷണം ഇപ്പോഴെല്ലാം നേരത്തെ ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഇപ്പോൾ വീണ്ടും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ കേസുമായി കണ്ണികൾ വിദേശത്തുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട കണ്ണികൾ സംസ്ഥാനത്തിന് പുറത്തുണ്ട് എന്നുള്ളത് കൊണ്ടല്ലേ. ഇപ്പം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു 2 മണിക്കൂർ. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ചോദ്യം ചെയ്തു. ഇതുകൊണ്ടൊന്നും അവസാനിക്കില്ല. ഇതിലെ യഥാർത്ഥ പ്രതികൾ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാതെ ഇത് അവസാനിക്കാൻ പോകുന്നില്ല. ഏതായാലും അന്വേഷണം നടക്കട്ടെ. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് വന്നിരിക്കുന്നു. പ്രതിപക്ഷം പറഞ്ഞ ഓരോ കാര്യവും ശരിയാണെന്ന് വന്നിരിക്കുന്നു. ഇനിയും ഇതുമായി ബന്ധമുള്ള വൻ സ്രാവുകൾ വലയിൽ കുടുങ്ങും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അയ്യപ്പനോട് കളിച്ചാൽ ആർക്കും രക്ഷയില്ല എന്ന് മനസ്സിലാക്കിക്കോണം. കളി ഏതായാലും അയ്യപ്പനോട് വേണ്ട എന്നാണ് ഇത് ആവർത്തിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്.